ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോയിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഞാനൊരു ഡിസ്ക്ലെയിമർ പറഞ്ഞോട്ടെ, ദിസ് ഇസ് നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസ് ഗൈസ്. സ്വന്തമായ അനലിസിസിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു എന്ന് കരുതി ആരും തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു RWA പ്രോജക്റ്റ് ആണ്. RWA എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. RWA എന്ന് പറയുന്നത് റിയൽ വേൾഡ് അസറ്റ്സിനെ, അതായത് ഓഫ് ചെയിൻ അസറ്റ്സിനെ ഓൺ ചെയിൻ അസറ്റ്സ് മാറ്റുന്നതിനെയാണ് RWA പ്രോജക്ട്സ് എന്ന് പറയുന്നത്. ഓഫ് ചെയിൻ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ റിയൽ വേൾഡ് അസറ്റ്സ് ആയ കറൻസീസ്, കമ്മോഡിറ്റീസ്, ഇക്വിറ്റീസ്, അതേപോലെ റിയൽ എസ്റ്റേറ്റ്സ്, ബോൺസ്, ആർട്സ്, ഇവയൊക്കെ നമ്മൾ ടോക്കണൈസ് ചെയ്ത് ഡിജിറ്റൽ അസറ്റ്സ് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ RWA എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയൽ വേൾഡ് അസറ്റ്സിനെ ടോക്കണൈസ് ചെയ്ത് ഡിജിറ്റൽ അസറ്റ് ആക്കുന്നതിലൂടെ അതിന്റെ ലിക്വിഡിറ്റീസ്, ആക്സസിബിലിറ്റീസ് ഒക്കെ കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിലൂടെ അതിന് നല്ലൊരു വാല്യൂ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് RWA ഡിജിറ്റൽ അസറ്റ് ആക്കി മാറ്റുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത്. നാളെ ഒരു കാലത്ത് നമ്മുടെ RWA പ്രോജക്ട്സിനൊക്കെ നല്ലൊരു ഹൈപ്പ് ഉണ്ടാവും. കാരണം എല്ലാ അസറ്റുകളെയും നമ്മൾ ഡിജിറ്റൽ ആക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ വാല്യൂസ് കൂടുകയും എല്ലാ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ലൊരു ഹൈപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ RWA പ്രോജക്ട്സിന്. സോ അതുപോലത്തെ ഒരു പ്രോജക്റ്റ് ആണ് ഞാനിവിടെ കാണിക്കുന്നതും, RWA INC. അപ്പൊ RWA INCനെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ടെസ്റ്റ് നെറ്റും അതുപോലെ എയർ ഡ്രോപ്പിനെ കുറിച്ചും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഒക്കെ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. RWA INC എയിം ചെയ്യുന്നത് തന്നെ റിയൽ വേൾഡ് അസറ്റ്സിനെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വഴി ടോക്കണൈസ് ചെയ്ത് ഡിജിറ്റൽ അസറ്റ്സ് ആക്കി മാറ്റുകയും അതിനെ ലോഞ്ച് പാഡ് വഴി ഒരു ട്രേഡബിൾ അസറ്റ്സ് ആക്കി മാറ്റി അതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതാണ്. പിന്നെ അവർക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, അതുവഴി നമുക്ക് ട്രേഡും ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, നിങ്ങൾക്കൊരു റിയൽ എസ്റ്റേറ്റ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് നിങ്ങൾക്ക് ഇവരുടെ ലോഞ്ച് പാഡ് വഴി ലിസ്റ്റ് ചെയ്യുകയും അതിലൂടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനും സാധിക്കും. ഇനി ഇവർക്ക് ലോഞ്ച് പാഡ് കൂടാതെ ഇവർക്ക് എക്സ്ചേഞ്ചും ഉണ്ട്, അതായത് റിയൽ വേൾഡ് അസറ്റ്സിനെ ട്രേഡ് ചെയ്യാനുള്ള എക്സ്ചേഞ്ചും ഉണ്ട്. പിന്നെ റിയൽ വേൾഡ് ആർട്ടുകളെയൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ടുള്ള മാർക്കറ്റ് പ്ലേസും ഉണ്ട്. ഇതെല്ലാം തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് RWA പ്രോജക്റ്റുകളിൽ തന്നെ ഒരു മികച്ച പ്രോജക്റ്റ് ആണ് ഇതെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം നല്ല യൂട്ടിലിറ്റീസ് ഉള്ള നല്ല ഒരു പ്രോജക്റ്റ് ആണ്. നാളെ ഒരു കാലത്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ചാൻസ് ഉള്ള ഒരു പ്രോജക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാന്നുള്ളതും കൂടെ നോക്കാം. അപ്പോൾ ഇവരുടെ ലീഡ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് തന്നെ മാവൻ ക്യാപിറ്റൽ, കെയറോൺ ലാബ്സ്, അതുപോലെ തന്നെ ഡക് ഡാവോ, ആവലോൺ. അപ്പോൾ ഇതുപോലുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ് ഇവർക്കുള്ളത്. അതുപോലെ ഇവരുടെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് മന്ത്ര, ആർബിട്രം, ഇതൊക്കെ നിങ്ങൾക്ക് വളരെ സുപരിചിതമായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ നല്ല നല്ല ഇൻവെസ്റ്റേഴ്സും പാർട്ട്ണർഷിപ്പും ആണ് ഇവർക്കുള്ളത് എന്ന് പറയുന്നത്. സോ നല്ലൊരു പ്രൊജക്റ്റ് ആണെന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി അവരുടെ റോഡ് മാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2025 ഇക്വിറ്റിക്ക് വേണ്ടിയിട്ടുള്ള മാർക്കറ്റ് പ്ലേസ് അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ US റെഗുലേറ്ററി മാർക്കറ്റ്സിന് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി ലൈസൻസിങ് പ്രോസസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതേപോലുള്ള കുറെ കാര്യങ്ങൾ 2025 വേണ്ടി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് ആ ഒരു ടൈമിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഈ RWA കോയിനിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നത് എന്നുള്ളതിന്റെ റീസൺ നമുക്ക് കാണാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അവരുടെ RWA ബേണിംഗ് പ്രോഗ്രാം ആണ്. അതായത് ഈ ലോഞ്ച് പാഡിൽ നിന്നും മാർക്കറ്റ് പ്ലേസിൽ നിന്നും എക്സ്ചേഞ്ചുകളിലൊക്കെ നിന്നും അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ 50% അവര് RWA ബൈബാക്ക് ചെയ്ത് ബേൺ ചെയ്ത് കളയും. ഓക്കെ, ഓൾറെഡി ഇപ്പൊ തന്നെ അവര് $50,000 വർത്ത് ആയിട്ടുള്ള RWA ബേൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരുടെ ട്വിറ്ററിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് കയറി ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. RWA ട്വിറ്ററിൽ നിങ്ങൾക്ക് കയറിയേ കാണാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ബേൺ ചെയ്യുന്നതിലൂടെ നല്ല രീതിയിലുള്ള പ്രൈസ് മൂവ്മെന്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആൻഡ് ദ സെക്കൻഡ് ഫാക്ടർ ഇസ് കറന്റ്ലി അവർക്ക് 7 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് മാത്രമാണ് അവർക്കുള്ളത്. സോ മാർക്കറ്റ് ക്യാപ്പ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ വാല്യൂവും കൂടും. അതേപോലെ തന്നെ അതിന്റെ ടോട്ടൽ സപ്ലൈ 1 ബില്യൺ മാത്രമാണ്. അതേപോലെ തന്നെ അവരുടെ സർക്കുലേറ്ററി സപ്ലൈ എന്ന് പറയുന്നത് വെറും 116 മില്യൺ മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഭാവിയിൽ ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 1 ബില്യൺ ഒക്കെ ആവുന്ന സമയത്ത് എന്തായാലും ഇതിന്റെ പ്രൈസ് ഒരു $2 എബോ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇത് എവിടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും എവിടൊക്കെ നമുക്ക് ബൈ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആയിട്ടുള്ള 4 എക്സ്ചേഞ്ച് മാത്രമേ ഇത് നിങ്ങൾക്ക് ഇതുവരെ RWA ലിസ്റ്റ് ആയിട്ടുള്ളത്. അതിൽ ഗേറ്റ്.io ഉണ്ട്, ക്യൂകോയിൻ ഉണ്ട്, മെസ്ക് ഉണ്ട്, XT.com ഉണ്ട്. അപ്പോൾ ഇത് ഈ 4 എണ്ണത്തിലാണ് ലിസ്റ്റ് ആയിട്ടുള്ളത്.
ഈ 4 എക്സ്ചേഞ്ചിൽ മാത്രമേ കറന്റ്ലി RWA കോയിൻസ് ലിസ്റ്റ് ആയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് നോക്കുകയാണെങ്കിൽ യൂണിസാപ്പിലുണ്ട്, ഓപ്പൺ ഓഷനിലുണ്ട്, അതേപോലെ ഡൂഡൂലുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് RWA കോയിൻസ് ബൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ RWA കോയിന്റെ കറണ്ട് റേറ്റ് എന്ന് പറയുന്നത് $0.06 ടോക്കണ് RWA ലോഞ്ച് ചെയ്തതിന് ശേഷം ഇതുവരെ ഒരു തരക്കേടില്ലാത്ത പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഇടിവോ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ RWA IDOയിൽ നമ്മൾ പലരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം തന്നെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് ഏകദേശം കറക്റ്റ് പറയാനാണെങ്കിൽ നവംബർ 16 IDOയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അത് കണ്ടവരൊക്കെ തന്നെ ഭൂരിഭാഗം ആളുകളും അത് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ചെയ്തവർക്കൊക്കെ ഇപ്പോൾ കറന്റ്ലി ഒരു 7x പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബൈ ചെയ്യുന്നവർക്ക് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ RWA കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ബൈ ചെയ്തിടുന്നതിലും ഭേദം ബൈ ചെയ്തിട്ട് നിങ്ങൾ അവരുടെ എക്സ്ചേഞ്ചിൽ സ്റ്റേക്ക് ചെയ്തിടുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ബൈ ചെയ്തിട്ട് നിങ്ങളുടെ വാലറ്റിലേക്ക് RWA കോയിൻസ് സെൻഡ് ചെയ്യുക. അതല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് വഴി നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ നിങ്ങൾ അവരുടെ സൈറ്റിലേക്ക് വരുമ്പോഴത്തേക്കും കുറെ സ്റ്റേക്കും പൂൾസും ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ കാണിക്കും. 100% APR കിട്ടുന്ന പൂൾസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു പൂളിൽ നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്തിടാവുന്നതാണ്. ഓരോ സ്റ്റേക്ക് പൂളിലും അതിൻ്റെതായിട്ടുള്ള ലോക്ക് പീരീഡ് ഉണ്ടായിരിക്കും. ആ ഒരു ലോക്ക് പീരീഡ് കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് അൺസ്റ്റേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റേക്ക് പൂൾ ചൂസ് ചെയ്തിട്ട് സ്റ്റേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ സ്റ്റേക്ക് ചെയ്യുന്നതിലൂടെ APR കിട്ടുന്നത് മാത്രമല്ല നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റേക്ക് ചെയ്യുന്നവർക്കൊക്കെ തന്നെ ഇവരുടെ ലോഞ്ച് പാഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കൂടെ സാധിക്കുന്നതാണ്. ഈ ഒരു ലോഞ്ച് പാഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കും. അത് സ്റ്റേക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ അവരുടെ പല റിവാർഡ് പ്രോഗ്രാമിലും സ്റ്റേക്ക് ചെയ്യുന്നവർക്ക് റിവാർഡ്സ് ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ഇത് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ RWA കോയിൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പുതിയ RWA എക്സ്ചേഞ്ചിൽ ടെസ്റ്റ് നെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നെറ്റിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ജസ്റ്റ് നിങ്ങൾ കയറുക, നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക, ഫോസിറ്റിൽ നിന്ന് ക്ലെയിം ചെയ്യുക, ദെൻ അവിടെ ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് $15,000 വർത്തുള്ള RWA കോയിൻസ് എല്ലാവർക്കും അവർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള ക്രൈറ്റീരിയാസ് ഒക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധയോടുകൂടി വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് അത് വായിച്ചു നോക്കുക. അതല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിലൂടെയും കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി RWA കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ വരെ ബൈ ഗൈസ്.